പഠിപ്പിക്കാനും വേണ്ട കേട്ടോ. അപ്പൊ ചെറുതാ ഇവിടെ കരയല്ലേ. എന്താ പറഞ്ഞെന്ന്? സ്വന്തം 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 അമ്മക്ക് ബർത്ത്ഡേ ഉണ്ടോ? നിങ്ങൾ മക്കളായിട്ട് ഒന്നും ചെയ്യൂല, ചിന്തിക്കൂല. ഞാൻ എത്ര നാളായി എന്തെങ്കിലും പ്ലാൻ ചെയ്ത്. ഞങ്ങൾക്ക് എന്റെ അമ്മനൊക്കെ നന്നായിട്ട് അറിയാം. അമ്മക്കൊന്നും താല്പര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? താല്പര്യം ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഓരോ മക്കളായിട്ട് കൊടുക്കുമ്പോ താല്പര്യം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് സന്തോഷം കിട്ടും. ഞാൻ്റെ ബുദ്ധിയും ഇല്ല, കാശും ഇല്ല. അത് പ്രശ്നം. രണ്ടും ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒന്നും ആറെന്ന് പറയില്ല. ഞാൻ സ്വന്തം ചെയ്ത് കൊടുക്കാനേ. ഞാനൊക്കെ ബലൂൺ മാത്രം ചെയ്യാനാ അറിയാം. നിന്റെ അമ്മയല്ലേ പിന്നെ ഇത്രയും ചിന്തിക്കണെന്നാ? ഞാനൊക്കെ എല്ലാവർക്കും ബർത്ത്ഡേ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ വന്ന ശേഷം ഞാൻ എല്ലാവർക്കും ബർത്ത്ഡേ ചെയ്യും. പിന്നെ ഞാനൊക്കെ എല്ലാരും നിങ്ങൾ എല്ലാരും ചെയ്യുന്നു. കാരണം എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാനൊക്കെ എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമാണ്. മനസ്സിലായോ? ചില സമയത്ത് ഞാനൊക്കെ ഭയങ്കര ദേഷ്യം വരും നിങ്ങൾക്ക്. നിന്നൊക്കെ മാൻസിക്ക് രണ്ടുപേർക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് ബർത്ത്ഡേ ഇഷ്ടമല്ല, അമ്മക്ക് ഇഷ്ടമല്ല. പിന്നെന്താ? ഇഷ്ടമില്ല ആയിക്കോട്ടെ, നമുക്ക് ചെയ്യും. നമുക്ക് സന്തോഷമാണല്ലോ കൊടുക്കുമ്പോ. ഒരാൾക്ക് ഇഷ്ടമില്ല പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ കാര്യമില്ല. നമുക്ക് കൊടുക്കുമ്പോ ഒരു സന്തോഷല്ലേ. സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോ ആരംഭിക്കും ആവും. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ചിന്തിക്കും, എന്റെ മക്കളിന് എനിക്ക് വേണ്ടിയല്ലേ ബർത്ത്ഡേ എന്താ സർപ്രൈസ് എന്റെ മക്കളിന് എനിക്ക് വേണ്ടി അത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഞാനൊക്കെ വേറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോ ഞാൻ ചിന്തിക്കും. ഞാൻ അപ്പൊ തന്നെ ചിന്തിക്കില്ലല്ലോ. ആ സമയത്ത് സന്തോഷമായിട്ട് കിളിയൊക്കെ പറഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കും, എനിക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്യും, എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാം ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നു. പറഞ്ഞ എന്താ പറഞ്ഞത്? ചല കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്, ചല കഷ്ണങ്ങൾ ചല അല്ല ചില. ചില വെക്കി. ഓക്കേ. ബാക്ക്ഗ്രൗണ്ടോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത് എന്തിനാണാവോ? വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി വരില്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈലാക് ബൈ സോയ്. ഇവൾക്ക് കിളി എപ്പോയിരിക്കും. ലൈലാക്ക് ലൈലാക്ക് ഡെയിലി വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ, അത് മാത്രം വയല വരുന്നുണ്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോയ്ക്കുട്ടിക്ക് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്ന് നമ്മുടെ സിജി അമ്മക്ക് ബർത്ത്ഡേ ആണ് അല്ലേ അമ്മി? അപ്പൊ സിജി അമ്മ ജോലിക്ക് പോയിട്ടുണ്ടോ, ആൻസിയും പഠിക്കുന്ന പോയിട്ടുണ്ടോ, കൊച്ചൻ സ്കൂളിൽ പോയിട്ടുണ്ടോ. അപ്പൊ സിജി അമ്മ 5 മണിക്ക് വരുമ്പോ അപ്പൊ ഞാന് ചെറിയ സർപ്രൈസ് വലിയതല്ല, ചെറിയതാ. സർപ്രൈസ് അല്ലേ. അപ്പൊ എനക്ക് ഇഷ്ടമാണ് കൊടുക്കുന്ന. ഒന്നാമത്തെ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമല്ല, എന്ത് മേടിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, അത് പോയി മേടിക്കണം. അത് വേറെ ഒന്നുമില്ല. അത് കണ്ട് നിങ്ങൾക്ക് ചിരി വരും, അത് വേറെ കേസ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇതിൽ. ജസ്റ്റ് സർപ്രൈസ് ഒന്നുമല്ല. ജസ്റ്റ് നമുക്ക് ബർത്ത്ഡേ സർപ്രൈസ് ഇഷ്ടമാണെങ്കിൽ മാത്രമല്ലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് കൊടുത്താലേ ഇപ്പൊ ഇഷ്ടപ്പെട്ടതോ, അതും മനസ്സിലാവണ്ടേ. ഇത് വേറെ ഒന്നുമല്ല. അമ്മ അതേ മീനിങ് അന്ന് സ്വത്ത് ഭാഗത്തിന് സംസാരം വന്നത്, സ്വത്ത് ഭാഗം ചെയ്യണേന്റെ. അപ്പൊ അതിനെ ഉള്ളത് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കണേ. സ്വത്ത് കിട്ടൂലോ. പിന്നെ സ്വത്ത് ആരൊക്കെ ഞാൻ സ്വത്ത് കിട്ടാലേ മടിക്കുമ്പോ ഞാൻ കൊണ്ടുപോകുന്നില്ല. ജീവിക്കുന്ന എന്താ നിനക്കും കിട്ടില്ല, അമ്മയ്ക്കും കിട്ടൂല. പിന്നെ ആവട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ വീടും പറമ്പാണ് അപ്പുറത്തിരിക്കണേ. കാര്യമില്ല, രണ്ടും മോളല്ലേ അല്ലേ? എനിക്ക് ശരിക്കും എല്ലാവർക്കും ബർത്ത്ഡേ അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമാണ്. ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമാണ്. കാരണം നമുക്ക് ഇത് കുഞ്ഞു സന്തോഷമാണല്ലോ. ഞാൻ വിഷ് ചെയ്ത ഉമ്മക്ക് കൊടുത്തോ. അപ്പൊ നീ എനിക്കില്ല, അപ്പു ബൈക്ക് എനിക്കില്ലേ. വേൾഡ് കപ്പ് കാണുന്നോണ്ടേ, വെളുപ്പാങ്കാലത്തെ വേൾഡ് കപ്പ്.
രാവിലെ എണ്ണിച്ചത് ഒന്നും വീഡിയോ പിടിച്ചില്ല. കാരണം നമുക്ക് അമ്മക്ക് ഒന്നും ഇല്ലാത്ത മാതിരി ഞാൻ ജസ്റ്റ് ഇത് തീരുമാനിക്കില്ലേ, സർപ്രൈസ് ഒന്നും ഇല്ലാത്ത മാതിരി. ചിലപ്പോ അമ്മക്ക് അറിയുണ്ടാവും വരുമ്പോ സർപ്രൈസ് എന്തെങ്കിലും കൊടുക്കുക, കേക്ക് കട്ട് ചെയ്യും, അമ്മക്ക് അറിയാൻ ഉണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും ബർത്ത്ഡേയിൽ കേക്ക് കട്ട് ചെയ്യൂലേ, സെലിബ്രേറ്റ് ചെയ്തില്ലേനാ കേക്ക് കട്ടിങ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വേറെ ബലിത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഒരു കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടോ. പിന്നെ എനിക്കും പ്ലാൻ എന്താ പറയുമ്പോ ഒന്നും അറിയില്ലേ പറയുന്നു. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കേക്ക് കട്ടിങ് ചെയ്യും ഞാൻ. പിന്നെ കുറച്ച് കുഞ്ഞ് ഡെക്കറേഷൻ ചെയ്യും. ബർത്ത്ഡേ വൈബ് വേണ്ടേ, കേക്ക് കട്ട് മാത്രം ചെയ്താൽ കാര്യമില്ല. ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മള് വഴക്ക് കൂടുന്ന ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വഴക്ക് കൂടണത്. അപ്പൊ അമ്മ വരുമ്പോ ഡോറ് കൊടുക്കുമ്പോ അങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ ആൻസി എന്നോട് പറഞ്ഞത്. അവളെന്നോട്, ഞാനാ അല്ല പറഞ്ഞത്, അവളെന്നോട് പറഞ്ഞത്. അപ്പൊ അതൊന്ന് കുറച്ച് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? 56 വയസ്സായി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് 60 ആവും. പക്ഷെ അമ്മക്ക് കാണുമ്പോ തോന്നൂല കേട്ടോ. പക്ഷെ നമുക്ക് ഓരോരോ വർഷം നമുക്ക് ഈ വയസ്സ് കൂടുമ്പോ പേടി 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 കൂടും. നിങ്ങള് അതെ, നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തില് പേടിയാന്നേ. ഈ വയസ്സ് കൂടും പേടിയാ. എന്തിനാ വയസ്സ് പേടിക്കണ? അത് അങ്ങനെ കൂടി കൂടി അങ്ങ് പൊക്കോളും. ചിലപ്പോ 100-120 എനിക്ക് നിങ്ങൾ എല്ലാരും വേണം. 1 സെക്കൻഡ്. എന്തായാലും വേണം. അതല്ല അമ്മയുടെ കേസില് കാലം പണ്ടേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. വഴിക്ക് തന്നെയില്ല. മനസ്സിലായോ? എത്ര പ്രാവശ്യം വീണ് അത് എന്റെ അമ്മ മിണ്ടായിരിക്കും. അത് ഒന്നും പറയുന്നില്ലേ. ശരിക്കും ഞാനൊക്കെ നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ. പക്ഷെ ഈ വർഷം ഞാനൊക്കെ ഈ ചെയ്യുന്ന അത്ര ചെയ്യുന്ന സാമ്പത്തികം ഇല്ല. സാമ്പത്തികം ചാമ്പക്കല്ല ഉദ്ദേശിച്ച സാമ്പത്തികം. അപ്പൊ ഞാനൊക്കെ സാരിക്ക് ബിസിനസ് ചെയ്യുമ്പോ ഞാൻ ഇപ്പൊ സാമ്പത്തികം ഇല്ല. അപ്പൊ കട്ടുപുട്ട് ചട്ടുകെട്ട് എന്താ പറയാ, തട്ടുമുട്ടി അമ്മക്ക് അപ്പൊ ഇച്ചിരി എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ച. അപ്പൊ ഞാൻ അങ്കമലി പോയിട്ട് കേക്കൊക്കെ മേടിച്ചിട്ട്, പിന്നെ അമ്മക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. പോയി ചെടി നോക്കട്ടെ. അതാണ് നമ്മുടെ ഗിഫ്റ്റ്. വേറെ ആൻസിയോട് പറഞ്ഞാ അതാണ് നമുക്ക് ഇഷ്ടം, വേറെ ഒന്നും ഇഷ്ടമില്ല. ചെടി കൊടുക്കണ്ടേ? ഈ ചെടി ഈ ചെടിയൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ പറമ്പിൽ കൊണ്ടല്ലേ വെക്കണം. ഇവിടെ മൊത്തം ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് ഇവിടെ വെയിൽ തന്നെ. അമ്മ നോക്കട്ടെ. അത് കാരണം അമ്മക്ക് കൊടുത്തു. എനിക്ക് എല്ലാവർക്കും വേണ്ടി സിജി അമ്മ ആയിക്കോട്ടെ, എല്ലുകുട്ടി ആയിക്കോട്ടെ, എല്ലാവർക്കും എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം ഈ 2 പേരാണ് എന്റെ മുട്ടല്. എന്താ പറയാ, മുട്ടിലെന്തുവാ ഇനെന്താ ഉദ്ദേശ? നിങ്ങള് പറയൂലേ കൂട്ടും നട്ടലോ. നട്ടല്. ഒരാള് റൈറ്റ് ഹാൻഡ് ഉണ്ടോ, ഒരാള് ലെഫ്റ്റ് ഹാൻഡ്. അങ്ങനെ പിന്നെ എന്റെ ജീവിതത്തിൽ അപ്പും ഉണ്ടോ എല്ലാ ചെയ്തി കൊടുക്കും. പക്ഷെ ഒരാള് നിങ്ങളും സിജി അമ്മ 2 പേരും എനിക്ക് കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി അസ്വസ്ഥമുണ്ടോ. അപ്പോൾ എത്ര നല്ല 2 അമ്മച്ചിമാർ കിട്ടിയിട്ടുണ്ടോ. ശരിക്കും ഒരു ഭാഗ്യം തന്നെ ആണ്. പക്ഷെ നമുക്ക് എന്താ ജീവിതത്തിൽ എന്താ നടന്നാലും പക്ഷെ ഇതുവരെ സിജി അമ്മ ഞാൻ എല്ലുകുട്ടി ഒരു നല്ല ഇതുണ്ട്, എന്താ പറയൂ, സപ്പോർട്ടും എല്ലാത്തിനും ആണ്. അപ്പോൾ ചില അമ്മ രാവിലെ ജോലിക്ക് പോവും, വൈകിട്ട് വരും. പിന്നെ ഉച്ചക്ക് ഫുൾ ടൈം എലുകുട്ടി ഉണ്ടാവും. എലുകുട്ടിയും ഞാനൊക്കെ ഫുൾ ടൈം ഒരു വർത്തനം പറയാനും അങ്ങനെ ഒരു കൂട്ടമാണ്. അപ്പോൾ ചില സമയത്ത് ഞാൻ ചിന്തിക്കും 2 ആള് എനിക്ക് കിട്ടി ഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന അങ്ങനെ ഉണ്ടാവില്ല അല്ലേ അമ്മേ. അപ്പൊ എനിക്ക് കിട്ടി എനിക്ക് ഒത്തിരി സന്തോഷം. ചില സമയത്ത് പേടിയും തോന്നൂട്ടോ. അങ്ങനെ ആണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഞാൻ സിജി അമ്മക്ക് വേണ്ടി ഇച്ചിരി കുഞ്ഞി ബർത്ത്ഡേ ചെയ്യാം. അവിടെ തന്നെ സൈഡിൽ വെച്ചാൽ അപ്പൊ തന്നെ നമ്മുടെ ഡെക്കറേഷൻക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ സിജി അമ്മക്ക് വേണ്ടി വേഗം ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നേരെ ഞാൻ ചെടിക്കട പോയിപ്പോൾ പക്ഷേ ലാസ്റ്റ് ടൈം മേടിച്ച മാതിരി ചെടി ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ചെടി എടുത്തില്ല. അപ്പോൾ അമ്മക്ക് എന്താ കൊടുക്കുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായി, സങ്കടമായി. അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. സങ്കടപ്പെട്ടിരിക്കണേ, ചിന്തിക്കണേ എന്താ ചെയ്യണേ. അടുത്ത ഇനി കേക്ക് അടക്കാം, വീട്ടിൽ പോവാം. വേറെ ഒന്നും കൊടുക്കണ്ട. വേറെ കൊടുക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എന്താ പറയൂ, എന്റെ സാഹചര്യം ഇല്ലല്ലോ. ഡയമണ്ട് വേണോ? വേണം. കട നീ കൊടുത്തേക്കണോട്ടാ.
പിന്നെ എനിക്ക് അറിയില്ല ഭയങ്കര സങ്കടം. എന്താ എനിക്ക് ഉദ്ദേശം മാതിരി ഒന്നും നടക്കുന്നില്ല. അതിപ്പോ അങ്ങനെ ഞാനിപ്പോ നിന്റെ ബർത്ത്ഡേ അങ്ങനെ ഉദ്ദേശം പോലെ നടക്കൂല. നടത്തില്ലെന്നാ പിന്നെ നമുക്ക് ഭയങ്കര വിഷമം. ചെടി ഇല്ലല്ലോ, കടച്ചില് വരുന്നുണ്ട്. അങ്ങനെ കരയണ്ട, അങ്ങനെ കരയണ്ട. ഡെക്കറേഷൻ ചെയ്യണ ഓക്കെ അല്ലേ? വീട്ടിൽ പോയി നോക്കാം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച അതല്ല ഉദ്ദേശിച്ചേ. ആ ഉദ്ദേശം അത് തന്നെയാണ്. പിന്നെന്താ പോയി നോക്കാലോ ഫിനിഷിങ്. വീട്ടിലെ ഓക്കെ അല്ലേ ഡെക്കറേഷൻ ആൾക്കാർ വന്നത്? ഞാൻ ഇപ്പൊ എന്തിനാ കരയണേ? സമയം ഒട്ടും ഇല്ലല്ലോ. ഞാൻ കുറച്ച് ഫുഡുകളും ഉണ്ടാക്കാൻ വിചാരിച്ചു, ഒന്നും സമയം കിട്ടില്ല. അത് പണ്ട് കാര്യം. ഇനിയിപ്പോ സാരി ബിസിനസ് ആയെന്ന് പണ്ട് കാര്യമില്ലല്ലോ. സാരില്ലട്ടാ, ഓക്കെ അതെങ്ങനെ വരും. ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുമ്പോ അങ്ങനെ കരയല്ലേ. ഓ സുന്ദരി കരയല്ലേ. എന്തായിച്ചോ? എൻ്റെ ഇല്ല. അതെ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ പൈസ അയച്ചാലെന്ന് പറഞ്ഞു. 2 ദിവസം കൊടുത്തായി. ഓക്കെ അതിനുണ്ടാവൂലേ? അപ്പൊ സന്തോഷായല്ലോ. ഓ നോക്കട്ടെ, അമ്മക്ക് എന്ത് മേടിക്കാൻ പോണേ? കമ്മല്. ഓ കമ്മല്. അമ്മന്നോ ബർത്ത്ഡേ ഇന്ന് ബർത്ത്ഡേടാ അമ്മയുടെ. അതുകൊണ്ട് ഇനി ഇന്ന് അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഡ്രൈവിന്റെ പൈസ മേടിക്കരുത്. മനസ്സിലായോ? എന്താ മേഡം മതി കറിഞ്ഞത് മേടിക്കാലോ. കിട്ടി നോക്കാം. അങ്ങനത്തെ ഇങ്ങനത്തെ ഇങ്ങനത്തെ അവിടെ നോക്കി വെക്കി. എന്തിന് എന്തിന്? എന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. ആരാ പറഞ്ഞു? ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? വിചാരിച്ച ചെടി മേടിക്കാൻ. ചെടി കാണുമ്പോ അമ്മ ചെയ്യും. അമ്മ നിനക്ക് അറിയാം. അപ്പൊ അങ്ങനെ റിയാക്ഷൻ ഞാനൊക്കെ കാണും. ഭയങ്കര ഒന്നും നടന്നില്ല. സമാധാനായോ? സമാധാനായോ? എനിക്കറിയോ? നോക്കാം. ഞാൻ കറിയും 2 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം കേട്ടാ. പിന്നെ മരുന്ന് മേടിക്കണ അമ്മക്ക്. മരുന്നാ? മരുന്നല്ല, മരുന്ന്. മെഡിസിൻ. ഹലോ, എവിടെ സ്ഥലം? അതെ. സോയിക്കുട്ടി അങ്ങനെ വീട്ടില് എത്തിയിരിക്കുന്നു. എന്ത് പറയുന്നു? എന്താ അമ്മ കരയണവള്? നമ്മള് ചെടി മേടിക്കാൻ പോയി. ചെടിയിൽ പൂവില്ല നമ്മൾ പറഞ്ഞോ. ഇത് ഒരു രസമില്ലാത്ത ചെടി കണ്ടുകൊടുക്കുന്ന കരച്ചിലും തന്നെ. അതാണ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്തിനാണ് കഴിച്ചിട്ട് ഇങ്ങനൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. പിള്ളേര് പോയി. ഡെക്കറേഷൻ അല്ല എന്റെ സൈക്കിട്ടിയെ എന്താ ചെയ്യണേ? ഹാപ്പി ബർത്ത്ഡേ. അമ്മ വരാറായി. ചിലപ്പോൾ അമ്മ എന്നെ വിളിക്കും, എന്നെ കൊണ്ടുവരാൻ വരുമെന്ന് വെച്ച് വിളിക്കും. അപ്പം ഞാൻ ഒച്ചപ്പാടുണ്ടാക്കും. കാരണം വെച്ചാൽ ആൻസി പറഞ്ഞു ഇവിടെ ഒരു നമുക്ക് സർപ്രൈസ് കൊടുക്കണ പോലെ പ്രാങ്ക് അത് അമ്മേനെ പേടിപ്പിച്ചിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ അമ്മ എത്ര കാലം മുമ്പ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. അതിനുമുമ്പ് നമുക്കൊരു വിശ്വാസമാണ് പറയാൻ. അമ്മ എന്നെ വിളിക്കാറുണ്ട്, എന്നെ കൊണ്ടുവരാൻ വരുമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഒച്ചപ്പാട് ഞാൻ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് അങ്ങനെ തോന്നുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇത് ആൻസിയുടെ ഐഡിയ കേട്ടോ. ഇതാരാ വലുത്? അപ്പൊ ചെറുതാ? പൊന്നിച്ച്. ഓ ചിന്തിച്ചേ എന്താ? നല്ല നല്ല. അപ്പൊ ആൻസിയുടെ ഐഡിയ ആണ് അത് ചെയ്യാൻ. സോയിക്കുട്ടി ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അമ്മ പേടിക്കണ്ട. പേടിക്കണ്ട. ഹലോ. എനിക്ക് പറ്റത്തില്ല. അവിടെ ആൻസിണ്ട്. ആൻസിയോട് പറ എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്നു. വെച്ചോണ്ട് പോ.
അപ്പം അമ്മ അതേ വിളിച്ചിട്ടുണ്ട് ഗൈസ്. എന്താ പറഞ്ഞില്ല, വിളിക്കും ഈ സമയം വിളിക്കുന്നതാണ്. നോക്കാം. സോയിക്കുട്ടിനെ വിളിക്കുന്നുണ്ട്. സോയിക്കുട്ടി ഫോൺ എടുക്കൂല. അല്ല ഹോസ്പിറ്റലിൽ പോകാനല്ലേ നമുക്ക്. ഓ അത് പോകാത്ത ടൈമായി. ഇനി ആവട്ടെ, ഞാൻ പൊക്കോളാം. ഒരുപാട് നീ പോടിയാണത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? അതൊക്കെ ആരും ചെയ്യും മനസ്സിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ ഇഷ്ടം ചെയ്യുന്നത് മനസ്സിലായോ? പിന്നെ എന്താ പ്രശ്നം? എന്താ അയ്യോ നിന്റെ ഐഡിയ കേട്ടോ, എന്റെ അല്ല. എന്റെ ഇല്ല കേട്ടോ. ഞാൻ നിരപരാധിയാണ്. ഓക്കെ, ഞാൻ നിരപരാധിയാണ്. അയ്യോ ദൈവം പാവം. വെത്തമ്മ ഉണ്ടല്ലേ, വിഷമുണ്ടല്ലേ? ഡാൻസ് പോയിരിക്കണ കുറച്ച് പരിപാടി ഉണ്ട്. വാ, ഇപ്പൊ 5 മിനിറ്റിൽ എത്തും. ഇവിടെ ഒരു ക്യാമറ ഒക്കെ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻ കിട്ടുമോന്ന് അറിയില്ല. നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ വെക്കാം. റെഡി നാളെ? റെഡി? കൂടുതൽ കളിക്കണ്ട കേട്ടാ. എന്തിനാ അമ്മ ടെൻഷൻ ആവുന്ന വേണോ? അയ്യോ ഞാനല്ലല്ലോ ചെയ്ത, അനീതിയുടെ പ്ലാനാ. പറയുമ്പോൾ അറിയണം കേട്ടോ താഴെ. ഓക്കെ, അപ്പോൾ തന്നെ നീ കേക്ക് എടുത്ത് പിടിക്കണം. സോയിക്കുട്ടിക്ക് ടെൻഷൻ ആയിട്ടിരിക്കണം, പ്രാങ്ക് ചെയ്യും. കേക്ക് കൈ പിടിക്കണോ? നിന്റെ സ്വഭാവം ദോഷം. നീ ചീത്ത ആവണുണ്ടോ ദോഷം. ഇല്ല എനിക്കറിയാം എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വേണ്ട കേട്ടോ. എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും പറയണ്ട കേട്ടോ. എനിക്ക് എന്റെ ഇഷ്ടത്തിന് എനിക്കറിയാം. എന്റെ ഇഷ്ടത്തിന് അറിയാം. പോട്ടിട്ടില്ല. ദൈവമേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ശരിയമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ നെഞ്ച് ടെൻഷൻ ആയിട്ട് വയ്യ. അമ്മനെ പ്രാങ്ക് വീഡിയോ കോള് കാണിച്ചല്ലോ. ഏച്ചി പറഞ്ഞ അമ്മക്ക് നോക്കാം. അപ്പൊ ഇയാളൊക്കെ ടെൻഷൻ ആകും. നെഞ്ച് അമ്മ എന്ത് ചോദിച്ചാൽ പാത്രം താഴെ. ഞാൻ വിചാരിച്ചു നീ സാധനങ്ങളൊക്കെ ശരിക്കും വഴക്കം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞു ഇതിന്റെ ഭ്രാന്ത് ഇതിനാണ്. എന്താ ചെയ്യുന്നത്? നല്ലതാണല്ലോ. വേറെ ആൾക്കാർക്ക് വിളിച്ചിട്ട് ചെയ്യിച്ച വെള്ള സൂക്കേട്. അത് തന്നെ ഞാനും പറയാം. വെള്ള സൂക്കേടുണ്ടോ? അത് തന്നെ. ആൾക്കാരൊക്കെ വിളിച്ചു വളർത്തുകയാണെങ്കിൽ ഓക്കെ. അതെ, ആൾക്കാരെ ആരൊക്കെ വിളിക്കുന്നേ? അതെ, നമുക്ക് ജീവിക്കുന്ന വരെ ചെയ്യണോ. ബെസ്റ്റ് നല്ലത്. ഇങ്ങനെ പറയില്ലോ, എന്നൊക്കെ വിഷമാണല്ലോ. അങ്ങനെ പറയില്ല. അയ്യോ അങ്ങനെയല്ല, അങ്ങനെ പറയല്ലേ. അതല്ല, അതല്ല. അപ്പൊ എന്തിനാ ഇത്ര
കണ്ണടിച്ച് ഹാപ്പി ബർത്ത്ഡേ ഷിജിയമ്മ. ഡ്രോയിങ് നോക്കൂ. ഇതാരൊക്കെയാ? ആദ്യം ഇവരുടെ എല്ലാവർക്കും കൊടുത്തു. എല്ലാ ബർത്ത്ഡേക്ക് ഇത് തന്നെ. അങ്ങനെ ചോദിക്കട്ട് പോയിട്ട് ഗിഫ്റ്റ് ഒരു കൊടുത്തു. മസാജറിന മുട്ടുവേനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് അയ്യേ, ഇതെന്തുവാ? ഇത് പിന്നെയും ഇതിന്റെ തന്നെ സ്വർണം മേടിച്ചു. ഇത് മേടിക്കാനേ പ്ലാൻ ഇല്ലായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്നറിയോ? ചെടികളായിരുന്നു ഇന്ന്. പറഞ്ഞേക്ക് ചെടികൾക്ക് പൂവില്ല. അപ്പൊ എന്ത് മേടിച്ചു? അവള് വണ്ടിയിരുന്ന് കരയണെന്ന്. അതെന്തിനാണ്? പക്ഷെ നല്ല കമ്മലാണല്ലോ. ഇട്ട് നോക്കൂ. നോക്ക് അത് എന്തോരം കരഞ്ഞെന്നറിയോ? അതെന്തിനാ കരയണേ? എന്റെ ഉദ്ദേശം മധുര വന്നില്ലല്ലോ. അപ്പൊ കരച്ചില് വന്നു. ചെടി മേടിക്കുന്നാന്ന് വിചാരിച്ചേ. സാരില്ല, പോട്ടെ. ചെടി ചെടികളൊക്കെ നല്ലത് ഇല്ല, ചെടി മേടിക്കാനും ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ വിചാരിച്ച പക്ഷെ സമയം കിട്ടിയില്ല. അത് സാരില്ല, മഴ പെയ്തപ്പോ എനക്ക് എവിടെയും പോകാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. ഞാൻ ഇത് നോക്കാണ്, എനിക്കിത് ഞാൻ മേടിക്കുന്ന നോക്കിട്ട് കൊതിപ്പിച്ചിട്ട് ആശ്വസിച്ചിട്ട് എന്താ 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 അപ്പൊ അവള് എന്താ ഹാപ്പി ആയില്ലേ? ഇല്ല, എന്താ ടെൻഷനായി. എന്താ ടെൻഷൻ? അത് നമുക്ക് വഴക്ക് കുട്ടി പറയുമ്പോ ഇത് വരണം, അത് കഴിഞ്ഞ ടെൻഷൻ. കുഴപ്പമില്ല, ഇപ്പൊ ശരിയായി. ഹാപ്പി ഇല്ലല്ലോ നിനക്ക്? ഹാപ്പി ഉണ്ടോ? എന്തിനാ ടെൻഷൻ? അത് ഫണ്ണായിട്ട് പോട്ടെ. ഞാനും പേടിച്ചിട്ട് വന്ന 86 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ രാവിലെ ഓർത്ത് കഴിഞ്ഞപ്പോ നമ്മള് ആദ്യം ദൈവത്തോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. പിന്നെ അപ്പച്ചൻ അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും, പിന്നെ നിങ്ങള് എന്നെ ഇത്രയും കെയർ ആയിട്ട് നോക്കുന്നു, എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പൊ അതൊക്കെ പറയുമ്പോ അതൊക്കെ ഞാനിന്ന് ആലോചിച്ചു. ഞാൻ എന്നെ ഇത്രയും അത് നമ്മൾ ആലോചിക്കും. അപ്പൊ എന്നെ ഇത്രയും ഇതായിട്ട് നിങ്ങൾ എന്റെ ബർത്ത്ഡേ ഓർത്തിൽ നിന്നപ്പോ രാവിലെ സോനം വന്ന് വിഷ് ചെയ്തു, ആൻസി വന്ന് വിഷ് ചെയ്തു. നിങ്ങൾ മക്കള് എന്നെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. എന്നെ മാറ്റി കുറെ കുടുംബങ്ങളിലൊക്കെ എന്നെ അമ്മമാരെ അപ്പന്മാരെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ അതൊന്നുമില്ല, എന്നെ ഏറ്റവും ഇതായിട്ട് നിങ്ങൾ സേഫായിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട്. ഞാൻ ഇന്ന് ബാങ്കിൽ നിന്നും ആലോചിച്ചൊരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞിട്ടും കല്യാണത്തിന് മുമ്പിലത്തേക്കാളും സ്നേഹമാണ് നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്നോട്. കല്യാണത്തിന് മുമ്പ് ഞാൻ ഇത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. അതെ, ഞാനിതൊക്കെ ഓർത്തു. കല്യാണത്തിന് മുമ്പേ നമ്മളെന്തിനും നമ്മൾ സംസാരിക്കും. പക്ഷെ അതിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്, സാധാരണ കല്യാണം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞാലും ആൺമക്കളും അമ്മയും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അകലും കുറച്ച് എന്തെങ്കിലുമൊക്കെ. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതൽ അടുത്തത്. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പൂന് ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വ്യത്യാസം കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നീ അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ആയത്. അപ്പൊ അതൊക്കെ ഞാൻ ഇന്ന് ബാങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഓർത്തു. അപ്പൊ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൽ നല്ല സംതൃപ്തി. 56 വർഷമായി. അപ്പൊ എനിക്ക് ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മക്കള് ചേർത്ത് നിർത്തുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. കുടുംബം ചേർത്ത് നിർത്തുമ്പോൾ അതിനേക്കാളും വലിയൊരു ഇത് നമുക്ക്. പിന്നെ ആരൊക്കെ എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും നമ്മളെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അല്ല സോനം? പിന്നെ ഇവിടെ പോലെ മരുമോളെ കിട്ടി. അപ്പൊ അതെനിക്ക് അതിനേക്കാളും വലിയ സന്തോഷം. ഇവള് വന്നതിന് ശേഷമാണ് എന്റെ ബർത്ത്ഡേ കേക്ക്, അതായത് നിങ്ങൾ തമ്മിൽ പ്രേമിച്ച് തുടങ്ങിയ സമയം തുടങ്ങി ഇവള് എന്റെ ബർത്ത്ഡേക്ക് വന്ന് കേക്ക് മുറിക്കാറുണ്ട്. അതിക്ക് മുമ്പൊന്നും എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് സന്തോഷം. ഓക്കെ. അല്ല, ഏത് പ്രായത്തിലും സ്വർണം കിട്ടിയ ഇഷ്ടമില്ലാത്ത ആരുണ്ട്? എല്ലാവർക്കും ഇഷ്ടം. വിളിച്ചാലും നമ്മ കസിൻസ്മാര് വരും. പക്ഷെ ചേട്ടായിനെ കുറിച്ച് വൈകുന്നേരം നടത്തുവാണെങ്കിലൊക്കെ വരും. പക്ഷെ എനിക്ക് അങ്ങനെ ചേട്ടാ പിന്നെ മറ്റേ ജോബൻ ചേട്ടാ ജോമൻ ചേട്ടാ വിളിച്ചാല് വരും. നമ്മള് രാത്രി ഒന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നമ്മുടെ പത്രം നമ്മുടെ വീട്ടിലും ഒതുങ്ങി കൂടുന്ന എനിക്കിഷ്ടം. പക്ഷെ ഞാനൊക്കെ അങ്ങനല്ല. 10 ആൾക്കാർ വരണം. അപ്പൊ 20 പേരെങ്കിലും ഇത് കിട്ടൂലോ, ഗിഫ്റ്റ് കിട്ടൂല. പിന്നെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ കിട്ടി? നീ കൊടുക്കുന്നുണ്ടോ? അമ്മ ഡ്രസ് മേടിച്ച് കൊടുക്കണ്ടോ? അത്രയാണോ? പിന്നെ ആരും കൊടുത്തിട്ടില്ല അല്ല ഗിഫ്റ്റ്. അപ്പൊ നമ്മുടെ സിജിയമ്മക്ക് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞോട്ടോ. കഴിഞ്ഞോ ബലൂണൊക്കെ പൊട്ടിച്ചു. അപ്പൊ എല്ലാരും വീഡിയോ കാണണം, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സിജിയമ്മക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യണം. അപ്പൊ ബർത്ത്ഡേ ഇങ്ങനെ ഉണ്ട് എല്ലാരും പറയുന്നു എല്ലാവർക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് കാണാം എല്ലാവർക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ചിന്തന ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.